നമസ്കാരം. മാതൃഭൂമി പത്ര ആപ്പീസിലെ ഒരു ദൃശ്യം കാണിച്ചു. ഇത് നോക്കിയേ. പത്രം ആപ്പീസിനകത്ത് കയറി പോലീസ് പരിശോധന നടത്തുകയാണ്. എന്തിനാണെന്നറിയോ? പീഡന കേസ് നടന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തെളിവെടുപ്പാണ്. മാതൃഭൂമിയുടെ കൊല്ലം പുനലൂർ ഓഫീസിനകത്ത് വെച്ച് സഹപ്രവർത്തകയെ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിച്ച മാതൃഭൂമിയിലെ ജീവനക്കാരൻ പ്രമോദ്, പുനലൂരിലെ ഫീൽഡ് ഓർഗനൈസർ ആയിട്ടുള്ള പ്രമോദ് എന്ന പീഡന വീരനെ അന്വേഷിച്ചാണ് പോലീസ് നേരെ സ്ഥാപനത്തിലേക്ക് വന്നത്. സ്ഥാപനത്തിലേക്ക് പോലീസ് വരുന്നതറിഞ്ഞു അദ്ദേഹം ബാക്ക് ഡോർ വഴി എടുത്തിയാടി ഓടുന്നത് കണ്ട് നാട്ടുകാരും അന്തം വിട്ടു. എന്താണ്, മാതൃഭൂമിയുടെ ഓഫീസിലേക്ക് പോലീസ് വരുന്നു, അത് വന്ന ഉടനെ തന്നെ ഒരു ജീവനക്കാരൻ എടുത്തിയാടി ഓടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, എന്താണ് സംഭവിക്കുന്നു എന്നുള്ള കാര്യം. ഇത് ഇന്നും ഇന്നലെയും നടന്നതല്ല, ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന ഒരു സംഭവമാണ്. അതിലേറെ വിചിത്രമായി തോന്നുന്ന ഒരു കാര്യം, ഇത്രയും മാസമായിട്ട് ഏകദേശം ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, 6 മാസത്തിലേക്ക് എത്തുമ്പോൾ ഇതുവരെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് FIR ഇട്ടിട്ട് ആ പീഡക വീരനായിട്ടുള്ള പ്രമോദിനെതിരെ മാതൃഭൂമി നടപടിയെടുത്തിട്ടില്ല. പോരാത്തതിന് മാതൃഭൂമിയുടെ സ്വാധീനം കൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാതെ രക്ഷിച്ചുകൂടി നിർത്തിയിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമങ്ങളുടെ ആവേശം നമ്മൾ കണ്ടതാണല്ലോ. ഇരകൾക്ക് വേണ്ടി മുറവിളിയായിരുന്നു, ഇരകൾക്ക് വേണ്ടി ആവേശപൂർവ്വം അതിവൈകാരികമായിട്ടൊക്കെ പൊട്ടിത്തെറിക്കുന്ന അവതാരങ്ങളെയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ ഇതുപോലുള്ള പീഡക വീരന്മാരിലൂടെ പല സ്ത്രീകളും സുരക്ഷിതരല്ല. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതിനെ സംബന്ധിച്ച് ഇന്റേണൽ കമ്മിറ്റിക്ക് പരാതി കൊടുത്താൽ അവരെല്ലാം വന്ന് വേട്ടക്കാരനെ രക്ഷിക്കുകയും ഇരയെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു അവസ്ഥ. അതായത് ഈ സംഭവവികാസം ഉണ്ടായതിന് പിന്നാലെ ഇവർ ജോലി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ്. കാര്യം വേട്ടക്കാരൻ അത്ര വേണ്ടപ്പെട്ടവനാണ്. പല കാരണങ്ങൾ കൊണ്ട് മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം പ്രീതിപ്പെടുത്തി നടക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇരയായിട്ടുള്ള ഈ സ്ത്രീയുടെ ഭർത്താവിനെ പോലും വിളിച്ചും കേസ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു ഓഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് കേട്ടെ. ഞാൻ അവരോട് നാളെ ഇവിടെ വരാൻ പറഞ്ഞതാണ്. അതിനോട് ഞാൻ സംസാരിച്ചു. അപ്പൊ റിസൾട്ട് മോശമാണ്, അത് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ അയാളെന്താ കൈസൈഡായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വിളിക്കാം, പുറത്ത് നിൽക്കോ എടി പുറത്ത് നിൽക്കടി എന്ന് പറഞ്ഞു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ വൈഫ് സംസാരിച്ചാലും കൈക്ക് പിടിച്ചെന്ന് പറഞ്ഞില്ല. പക്ഷെ കംപ്ലൈന്റ് അങ്ങനെയാണ് അവളുടെ കൈക്ക് പിടിച്ചതാണ്. അവൾ എന്നോട് കള്ളം പറയേണ്ട കാര്യമില്ല സാർ. എനിക്കറിയില്ല, എന്നോട് അവർ സംസാരിച്ചിരുന്നു, എന്നെ വിളിച്ചിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കംപ്ലൈന്റ് കൊടുക്കുമ്പോ എങ്ങനെയാ കൊടുക്കാം. അല്ല, കംപ്ലൈന്റ് എങ്ങനെയും കൊടുക്കുന്നില്ലല്ലോ സാറേ, സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, എന്നോട് അവരങ്ങനെ പറഞ്ഞില്ല, അപ്പോഴാണ് അത് പറയുന്നത്. അല്ലല്ല, അവളെ ഞാനത് ചോദിക്കാം സാർ. ഞാനത് പറയണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഓഫീസിലെ നിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനെ അത് അറിയിക്കണമെന്ന് തന്നെയാണ് ഞാൻ അവളോട് പറഞ്ഞത്. ശരി സാർ. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു ഓഫീസിലാണ് ഇതുപോലെ പോലീസ് കയറി ഒരു പീഡന വീരനെ അറസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു പീഡന പരാതി വന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കയറിയിരുന്നെങ്കിൽ മാതൃഭൂമിയുടെ വാർത്ത എന്താകുമായിരുന്നു? മാതൃഭൂമിയുടെ പുനലൂർ ഓഫീസിലെ ഫീൽഡ് ഓർഗനൈസർ ആയിട്ടുള്ള പ്രമോദ് എന്ന വ്യക്തിക്കെതിരെ പരാതി ജീവനക്കാരി കൊടുത്തിട്ടും ആ ജീവനക്കാരിയെ സമ്മർദ്ദം ചെലുത്തി പരാതി പിൻവലിപ്പിക്കാൻ പരിശ്രമിക്കുക, ജീവനക്കാരിക്ക് ഓവർ ടൈം ഡ്യൂട്ടി കൊടുക്കുക. ഏകദേശം അവിടെ 1 വർഷത്തോളം ജോലി ചെയ്തൊരു ജീവനക്കാരിയാണ്. ആ ജീവനക്കാരിക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കൊടുത്തിരുന്നില്ല. പക്ഷേ എന്ത് വേണം, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തു വരുമ്പോൾ അവിടെ ചെയ്യുന്ന ജോലിക്ക് കാര്യമായിട്ടുള്ള വേതനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഞരമ്പന്മാർ അവന്മാർ കൈ കയറി പിടിച്ചാലൊക്കെ നിശബ്ദമായി നിൽക്കണം. അതിന് പറ്റില്ല എന്നുള്ളത് കൊണ്ട് പോരാടിയതിന്റെ അടിസ്ഥാനത്തിൽ വളരെ മോശപ്പെട്ട അനുഭവമാണ് ഈ സ്ത്രീക്ക് ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി. അതിന്റെ FIR ആണ് ഈ കാണുന്നത്. FIRമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടും മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്നു എന്ന ഒറ്റ കാരണത്താലും മുകളിലെ ഇദ്ദേഹത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഈ വിഷയത്തിൽ ഇടപെട്ട് അറസ്റ്റ് ഒഴിവാക്കി ഇദ്ദേഹത്തെ ജയിലിൽ കയറ്റി വലിയ പൊന്നാടയൊക്കെ അണിയിച്ച് ആദരിച്ച് അവിടെ ഇരുത്തി ജോലി ചെയ്യിപ്പിക്കുകയും ദുരനുഭവം നേരിട്ട അല്ലെങ്കിൽ കടന്നു പിടിക്കപ്പെട്ട സ്ത്രീയെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. എങ്ങനെയുണ്ട് മാതൃഭൂമിയുടെ ഒരു എത്തിക്സ്? എന്തായാലും ഈ സംഭവം മാധ്യമങ്ങൾ വളരെയധികം പൊതിഞ്ഞു പിടിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരിക്കാണ് ഈ അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ ഇവർ പ്രതികരിക്കുന്നത്? മാതൃഭൂമിക്കകത്ത് സ്ത്രീകളെ കടന്നു പിടിക്കാം, കടന്നാക്രമിക്കാം, അല്ലെങ്കിൽ എന്ത് തരം മോശം പ്രവർത്തനം അവരോട് കാണിക്കാം. അതെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഒരു മാധ്യമമുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഇരയെ വേട്ടയാടുന്ന സാഹചര്യവും വേട്ടക്കാരനെ ചേർത്ത് പിടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ നടപടിക്ക് ഒരുങ്ങിയിട്ടും
അവർക്ക് നീതി ലഭിക്കാത്ത സാഹചര്യമുണ്ടെന്ന പരാതി ഉയർന്നിരിക്കുകയാണ്. അതിജീവിതയായതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയില്ല. എന്തായാലും മാതൃഭൂമി പോലൊരു സ്ഥാപനത്തിൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് ഈ സംഭവം തുറന്നു കാട്ടുകയാണ്. അതായത് ഏതെങ്കിലും പുരുഷ കേസരിമാരിൽ നിന്ന് ദുരനുഭവം ഉണ്ടായാൽ അതിനെ സംബന്ധിച്ച് പരാതിപ്പെട്ടാൽ ആ പരാതിപ്പെടുന്നവരുടെ ജോലി പോകും. പരാതിപ്പെടുന്നവരെ അത് പിൻവലിച്ചില്ലെങ്കിൽ അതിനകത്ത് തൊഴിൽ പീഡനം ഉണ്ടാകും. അവരെ മാക്സിമം ശ്വാസം മുട്ടിച്ച് അവിടെ നിന്ന് പുറത്താക്കാനുള്ള അവസരം ഉണ്ടാക്കും. അതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ശക്തമായ അന്വേഷണം വേണം. ആ പീഡക വീരനായിട്ടുള്ള പ്രമോദിനെ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ പിന്തുണച്ച ഒരു വലിയ ഉപജാപക വൃന്ദമുണ്ട്. മുകളിലിരിക്കുന്ന സർക്കുലേഷൻ മാനേജർ ഉൾപ്പെടെയുള്ള പലരും ഇദ്ദേഹത്തിന്റെ വലം കൈയും ഇദ്ദേഹം അവർക്ക് വേണ്ടി പലതരത്തിലുള്ള വിടുപണി ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും അത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത ഏത് വേട്ടക്കാരനായിരുന്നാലും സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതുപോലുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന പ്രത്യേക പ്രിവിലേജ് ഈ നാട്ടിൽ എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ലൈസൻസ് അല്ല. അത് ബോബി ചെമ്മണ്ണൂർ ചെയ്താലും ശരി, ഇനി മാതൃഭൂമിയിലെ പ്രമോദ് ചെയ്താലും ഈ നാട്ടിൽ ഒറ്റ നിയമമേ ഉള്ളൂ. ആ രണ്ട് പ്രവർത്തനങ്ങൾക്കും രണ്ടു തരം നീതിയല്ല വേണ്ടത്, ഒരൊറ്റ നീതിയാണ്. ആ നീതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 6 മാസമായി നടപടി ഉണ്ടാകാതെ വലിച്ചു വയ്ക്കപ്പെടുന്ന ഈ കേസിൽ നടപടി ഉണ്ടാകണമെന്ന അതിജീവിതയുടെ ആവശ്യത്തിനൊപ്പം നിലനിൽക്കേണ്ടത് ഈ നാടിന്റെ കൂടി ആവശ്യമാണെന്ന് പറയേണ്ടി വരികയാണ്.